രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് 2022 നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, ആദ്യത്തേത് ഇനി പോൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? 14ാമത്തെ, 15ാമത്തെ, 10ാമത്തെ, 11ാമത്തെ? എത്രാമത്തെയാണ്? എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് വിളിച്ചു കേട്ടോ. 15ാമത്തെ രാഷ്ട്രപതി. ഓക്കെ, 15ാമത്തെ രാഷ്ട്രപതിയാണ്. നോക്കാം നമുക്ക്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വനിത പ്രതിഭ പാട്ടീൽ അല്ലെ, മുമ്പേ ആയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വനിത. ഇനി ദ്രൗപദി മുർമു NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലെ. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു നമ്മുടെ ദ്രൗപദി മുർമു. ഏത് ആദിവാസി വിഭാഗം? സന്താൾ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നാണ് വന്നത്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വനിത, ആദിവാസി വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയാവുന്ന ആദ്യ വനിത, 15ാമത്തെ രാഷ്ട്രപതി. സെറ്റ്. ഇനി ജനനം എവിടെയാണെന്നറിയോ? ഒഡീഷയിലാണ്. ഉബർബോഡ ഗ്രാമം, മയൂർഭഞ്ച് ജില്ലയൊക്കെ പഠിക്കണമെന്നില്ല, ഒഡീഷയാണെന്ന് പഠിച്ചു. 2007 ഒഡീഷ നിയമസഭയുടെ മികച്ച MLAക്കുള്ള നിൽക്കന്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒഡീഷയുടെ മികച്ച MLAക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് 2007. ഒഡീഷയിലാണ് ജനിച്ചത്. സന്താൾ വിഭാഗത്തിൽ നിന്നാണ്. സെറ്റ് അല്ലേ? യെസ്. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ അത് പോട്ടെ, അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി റിവിഷൻ നമുക്ക് ചെയ്യാമേ. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി. 15ാമത്തെ രാഷ്ട്രപതി, രണ്ടാമത്തെ വനിത, ആദിവാസിയിൽ നിന്നുള്ള ആദ്യത്തെ NDA സ്ഥാനാർത്ഥി, ഒഡീഷ സ്വദേശി, 2007 മികച്ച MLAക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞത് അതിനൊരു സ്പെസിഫിക്കേഷൻ ആണ്. സ്വാതന്ത്ര്യത്തിന് കേട്ടോ, സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് എന്ന് പഠിച്ചു. രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ജാർഖണ്ഡ് ഗവർണർ പദവി വഹിച്ചിരുന്നു. ഒഡീഷയിൽ MLA ആയിരുന്നു, മികച്ച MLAക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ ഗവർണർ പദവി വഹിച്ചിരുന്നു. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ജാർഖണ്ഡ് ഗവർണറാണ്. അതതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പോയിന്റാണ് കേട്ടോ. ഒഡീഷ MLA, ജാർഖണ്ഡ് ഗവർണർ, കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ ജാർഖണ്ഡ് ഗവർണർ. ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാണ് യശ്വന്ത് സിൻഹ. ഓക്കെ, ആരാണ്? ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യശ്വന്ത് സിൻഹ എന്ന് നോട്ട് ചെയ്തു വെക്കാം. യശ്വന്ത് സിൻഹ എന്ന് പോയി കേട്ടോ, യശ്വന്ത് സിൻഹ. യെസ്. അപ്പൊ നോക്കിയേ നിങ്ങളെ, 15ാമത്തെ രാഷ്ട്രപതിയാണല്ലോ, രണ്ടാമത്തെ വനിതയാണല്ലോ, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതയാണല്ലോ, സന്താൾ വിഭാഗമാണല്ലോ, NDA ആണല്ലോ, ഒഡീഷയിലാണല്ലോ ജനിച്ചത്, ഒഡീഷയിലെ മികച്ച MLAക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ, ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണല്ലോ, യെസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച രാഷ്ട്രപതിയാണല്ലോ, ജാർഖണ്ഡ് ഗവർണറായ രാഷ്ട്രപതിയാണല്ലോ. എതിരെ മത്സരിച്ചത് യശ്വന്ത് സിൻഹ കേട്ടോ. 2 മിനിറ്റിലെ നമ്മളിപ്പോ ഈ 10 മിനിറ്റ് പഠിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ? ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. ഓക്കെ, ക്ലാസ്സിൽ നിന്ന് 80% പഠിച്ചിട്ട് പോയാൽ മതി. നാളെ 100% പഠിച്ചിട്ട് വരിക. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്റർഫേസ് ആണ് നല്ലത് അതോ ഇങ്ങനെയുള്ള ഇന്റർഫേസ് ആണോ നല്ലത്? ഏതാ നിങ്ങൾക്ക് സൗകര്യമായിട്ട് തോന്നുന്നത്? ഏത് ഇന്റർഫേസ് ആണ് സൗകര്യമായിട്ട് തോന്നുന്നത്? യെസ്, രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമായിരിക്കും അല്ലെ? ഇതാ നല്ലത്? ഇത് മതിയോ? യെസ്, നമുക്ക് രണ്ടും നോക്കാം. രണ്ടും ഓക്കെ ആണ്. ഇടയ്ക്ക് ഇത് നോക്കാം. അങ്ങനെ തീരുമാനിച്ചു നമ്മൾ കേട്ടോ. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തത് 2022 ജൂലൈ 25.
ഓക്കെ. നമ്മള് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇങ്ങനെയാ പഠിച്ചത് അല്ലെ. യെസ്. അപ്പോ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തത് 2022 ജൂലൈ 25-നാണ് എന്ന് പിടിച്ചു വെക്കാം. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നൂത്തലപതി വെങ്കിടരമണ, NV രമണ, നൂത്തലപതി വെങ്കിടരമണ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത് 2022 ജൂലൈ 18-നാണ്. ജൂലൈ 25-നാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കേട്ടോ. അപ്പൊ 15ാമത് രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തത് 2022 ജൂലൈ 25-ന്. തെരഞ്ഞെടുപ്പ് നടന്നത് ജൂലൈ 18-ന്. ആരാ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്? നൂത്തലപതി വെങ്കിടരമണ എന്ന പോയിന്റും എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് കേട്ടോ. നൂത്തലപതി വെങ്കിടരമണ. അപ്പൊ അതും സെറ്റാണ്. സെറ്റല്ലേ? എന്നാ പറ, ഏത് സംസ്ഥാനത്തുകാരിയാണ് ദ്രൗപദി മുർമു? അദ്ദേഹം ഏത് സംസ്ഥാനത്താണ് ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലാണ്. ഏത് സംസ്ഥാനത്താണ് ഗവർണർ ആയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിലാണ് എന്ന് പിടിച്ചു വെക്കാം. ഏത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സന്താൾ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു എന്ന് പിടിച്ചു കേട്ടോ. യെസ്, പോയിന്റുകൾ സെറ്റ് ആക്കണേ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കുറവ് വോട്ട് മൂല്യമുള്ള സംസ്ഥാനം സിക്കിം. അതായത് ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത്, പവർ ഉള്ളത് ഉത്തർപ്രദേശിലാണ്, കുറവുള്ളത് സിക്കിം. ജസ്റ്റ് അതിന്റെ കൂട്ടത്തിൽ ഒന്ന് വായിച്ചു പോകേണ്ട പോയി കേട്ടോ. ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം കേട്ടോ. യെസ്, സിക്കിം എന്ന് പഠിച്ചു നോക്കാം. PDF നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടും. പക്ഷെ ക്ലാസ്സിൽ തന്നെ കേട്ട് പഠിച്ച് അതങ്ങ് മനസ്സിലേക്ക് സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവിൽ തന്നെ വരാൻ വരുന്നത്. എന്റെ ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വലിയ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ലൈവിൽ തന്നെ വരാൻ ശ്രമിക്കുക. റെക്കോർഡഡ് അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ലൈവിൽ വരാതിരിക്കരുത്. ലൈവിൽ വന്ന് നമ്മൾ ലൈവിൽ തന്നെ പഠിക്കും കേട്ടോ. റെക്കോർഡ് കാണുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ലാഗ് ഒക്കെ ഉണ്ടാവും. ഇതെന്താ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് ലൈവിൽ വരാം കേട്ടോ. അടുത്തത്, പാർലമെന്റിന്റെ ഇരു സഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാവുന്ന മൂന്നാമത്തെ വ്യക്തി. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും പങ്കെടുക്കാതെ ഇരു സഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാവുന്ന മൂന്നാമത്തെ വ്യക്തിയാണ്. ഒഡീഷയിലെ MLA ആയിട്ടുണ്ട്, ജാർഖണ്ഡിന്റെ ഗവർണർ ആയിട്ടുണ്ട്. പക്ഷേ ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമാകാതെ രാഷ്ട്രപതിയാവുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങനെ വന്നിട്ടുണ്ട്. APJ അബ്ദുൽ കലാമും അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ വ്യക്തിയാണ് ആര്? ദ്രൗപദി മുർമു. NV രമണ, നൂത്തലപതി വെങ്കിടരമണ കേട്ടോ. യെസ്, നൂത്തലപതി വെങ്കിട്ടരമണ എന്നാണ് ഫുൾ നെയിം കേട്ടോ. അപ്പോ പാർലമെന്റിന്റെ ഇരു സഭകളിലും പങ്കെടുക്കാതെ രാഷ്ട്രപതിയാവുന്ന മൂന്നാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദ്രൗപദി മുർമു എന്ന് വിളിച്ചു. 2022 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ PC മോദി കേട്ടോ. രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തത് മോദിയാന്ന് വിളിച്ചു വെക്കാം. ഇത് നമ്മുടെ മോദിയല്ല, PC മോദി. സെക്രട്ടറി ജനറൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ PC മോദിയാണ് റിട്ടേണിംഗ് ഓഫീസർ എന്ന് നോട്ട് ചെയ്തു. അപ്പൊ അതും ഓക്കെയാണ്. അതും ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഏത് ആദിവാസി വിഭാഗത്തിൽ നിന്നായിരുന്നു? സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നും അല്ലെ? യെസ്, സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുമാണ് എന്ന് വിളിച്ചു വെക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഏക രാഷ്ട്രപതി ഏതാണ്? നമ്മുടെ ദ്രൗപദി മുർമു ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം കേട്ടോ. പാർലമെന്റിന്റെ ഇരു സഭകളിലും അംഗമാകാതെ രാഷ്ട്രപതിയാവുന്ന മൂന്നാമത്തെ വ്യക്തിയാണ്. ഒന്ന് രാജേന്ദ്ര പ്രസാദ്, 2 APJ അബ്ദുൽ കലാം കേട്ടോ. പിന്നെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളെ 4754 വോട്ടാണ് കിട്ടിയത്. അതിൽ സാധുവായത് 4701, അസാധു 53 ഉണ്ടായിരുന്നു. ദ്രൗപദി മുർമുവിന് ലഭിച്ചത് 2824 ടോട്ടലാണ് ഇത് കേട്ടോ. 2824. യശ്വന്ത് സിൻഹയ്ക്ക്, എതിർ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയ്ക്ക് ലഭിച്ചത് 1877 വോട്ടാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം.